പന്ത്രണ്ട് മക്കളൊന്നും ഇല്ല, വളരെ രണ്ട് മക്കളെ ഉള്ളൂ. ഏത് ലോകം പറഞ്ഞാലും എന്താ ഇത് ചെയ്യണം ചെയ്യാം. കണ്ണയിലോട്ടൊക്കെ അടിക്കാൻ തുടങ്ങി നോക്കുമ്പോ ലേസർ പരിപാടി എന്ന് പറഞ്ഞു. ലേസറുമായിട്ട് ഇരിക്കുക, അവർക്ക് ഇങ്ങനെ ഇരിക്കുന്നു കറുത്ത വെച്ച് അതിനകത്ത്. അത് നമ്മുടെ മോന്ത ഇങ്ങനെ കളപ്പിക്കുക. സദാനന്ദ മന്ദിരത്തിലാ വന്നെങ്കിൽ നീ കാറും കൊണ്ട് അങ്ങോട്ട് കയറാം, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നീ എന്തോ ഇവിടെ റോഡിൽ വന്ന് കിടക്കുന്നേരാ? നീ റോഡിൽ വന്ന് കിടക്കുന്ന എന്തുവാടാ? നീ എന്തോ പേടിപ്പിക്കുന്ന ആളുകളെ വന്ന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കിടന്ന് നിങ്ങളെ പേടിപ്പിക്കുന്ന എന്തുവാടാ? ഏതോ പെണ്ണുങ്ങളെയും കൊണ്ട് വന്നു. നീ എന്തോ ഏതോ പെണ്ണുങ്ങളെയും കൊണ്ട് വന്ന് കിടക്കുന്നത്? ഏതോ പെണ്ണുങ്ങളെയും കൊണ്ട് വന്ന് കിടക്കുക ഇവൻ. കുറെ നേരമായിട്ട് കിടക്കുന്ന ഏതോ പെണ്ണുങ്ങളെയും കൊണ്ട് വന്ന്. ഡ്രാമയുണ്ടാക്കാൻ, പെണ്ണുങ്ങളെയും കൊണ്ട് കള്ളക്കഥകൾ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെയാണ് ഡൽഹിയിലും കുറെ കഥകൾ ഉണ്ടാക്കുന്നത്. ഇവൻ ഡൽഹിയിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടാക്കിയതാ. ഡൽഹിയിലും ഇതുപോലെ കുറെ കഥകളൊക്കെ ഉണ്ടാക്കിയത്. എന്റെ ഇരിപ്പുണ്ട് ഡൽഹിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയ കഥകളൊക്കെ. കുറെ കള്ളര്. എന്തുവാ പെണ്ണുങ്ങളെ സ്വത്ത് മുതലൊക്കെ പിടിച്ച? പണ്ട് ഇതുപോലെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചേച്ചായിരുന്നു കഥകൾ ഉണ്ടാക്കല്. കൊല്ലത്തൂന്നോ മുല്ലത്തൂന്നോ ഏതാണ്ട് വന്നിരിക്കുകയാണ് കാര്യം കൊടുത്തിട്ട്. കയറി 02 ആണ് നമ്പർ കാറിന്റെ. എടീന്ന് വിളിക്കുന്നവൻ, എടീന്ന്. ഞാനാരാ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന ചെടീന്ന് വിളിക്കാന്? നീ വാടാ, നിന്നെ കാണിച്ചു തരാം. നീ വാ. നീ എടീന്ന് വിളിക്കുന്നു. നീ എന്തോ കണ്ടവരുടെ പെണ്ണുങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് നീ ഗൂണ്ടായിട്ട് എടുക്കുന്നത്? ഗൂണ്ടയാണ് നിന്റെ കയ്യിലിരിക്കട്ടെ. ഇതുപോലെ പണ്ട് കുറെ ഗൂണ്ടകൾ കയറി ഇറങ്ങിയതാ. സുബ്രഹ്മണ്യന്റെ വീട്ടിലോട്ട് ഗൂണ്ടകൾ ഇങ്ങനെ തെളിവ് എന്തെങ്കിലും ഇരിപ്പുണ്ട്, കൊടുക്കണം. കള്ളക്കഥകളുടെ തെളിവൊക്കെ എനിക്ക് അറിയണം. ഏതാണ് അതിനെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയെന്ന്, ബാക്കി തെറ്റ കഥയൊക്കെ ഉണ്ടാക്കിയതെന്ന്. എന്റെ സ്കൂളിലെ ഇതുണ്ട്, അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്. ചെമ്മാടത്തറ ഏതോടാ പറഞ്ഞു വെച്ചാൽ അവളെ ജയിലിനെ ചേർത്താം. ഏതവളാന്ന് വെച്ചാൽ ചെമ്മാടത്തറ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. ജയിലിനെ അവിടെ ചേർത്താം. അവിടെ ചീത്താടി ഇടിച്ച് കളിക്കണം. അവിടെ ചീത്താടി അങ്ങനെ പറ. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് എന്ത് ഇവന്മാർക്കൊക്കെ പോക്കേട്? നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പിടിക്കുന്നില്ല. അതാണ് പോക്കേട്. നമ്മളൊന്നും പോകില്ല. ഇവിടെ നമ്മുടെ കാര്യത്തിൽ അല്ല സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുന്നു, പോയാൽ ഒരു സെക്കൻഡ് പിടിക്കും. അല്ലാതെ നമ്മളെങ്ങും പോകുന്നില്ല. അതാ പോക്കേട്. കിടക്കുക ഇങ്ങനെ. കുറെ പക്കാ ക്രിമിനലുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കില്ലേ? ക്രിമിനലുകൾ, പക്കാ ക്രിമിനല്. നേരം വെച്ചില്ലല്ലോ, അതിനുമ്പേ വന്നേക്കുന്നു. 8 ആയതേ ഉള്ളൂ. എത്താവണ എന്താ വന്നിട്ടില്ലേ? എന്തോ ദീപാവലി പൊളിക്ക് എന്താ പറയുന്നത് ഇങ്ങനെ നടക്കാൻ? എന്തുവാ എന്താ ഇവന്മാർ ഇങ്ങനെ നടക്കാൻ എന്റെ പുറകിന്? ഇവന്മാരെന്തോ എന്റെ പുറകിൽ ഇങ്ങനെ നടക്കാന്? ഇവന്മാരാരാ കൊല്ലത്തൂന്ന് പോയിരുന്ന ക്രിമിനലുകൾ? ഇവന്മാരാരാ? സമാധാനം വന്നിട്ട് ഒന്ന് അങ്ങോട്ട് കയറിയാ പോരെ? അല്ലെങ്കിൽ BJP നോട്ടീസ് വരാൻ നിവർത്തിയില്ലാത്തതിന് അതിൽ ഇങ്ങോട്ട് അറിയുക. അത് അവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ എവിടെ എടുക്കുന്നത്? അത് അവിടെ ആയിരുന്നു. ഇങ്ങോട്ട് അറിയുമല്ല, അവിടെ ആയിരുന്നു. ഗേറ്റിന്റെ അവിടെ ആയിരുന്നു ഞാൻ എടുക്കുന്നത്.